പോപ്പുലർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MD ശ്രീ ആന്റോ അഗസ്റ്റിൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, അഭിനന്ദനങ്ങൾ. അങ്ങനെ ആ വലിയ ദൗത്യം, നിങ്ങളുടെ ശ്രമമൊക്കെ ഫലം കണ്ടിരിക്കുന്നു. അവരുടെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരുന്നു. ആ ഒരു അനിശ്ചിതത്വത്തിന് അവസാനമാവുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതാണ് വരുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത്. 2 ദിവസം മുന്നേ വേണമെങ്കിൽ പറയായിരുന്നു. എനിക്ക് കൺഫർമേഷനൊക്കെ കിട്ടിയതാണ്. പക്ഷെ എന്തായാലും അവരൗദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം പറയട്ടെ, ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. ഒത്തിരി സന്തോഷം. എല്ലാ മാധ്യമങ്ങൾക്കും ഒത്തിരി സന്തോഷം. അന്ന് വളരെ വിശദമായി ന്യൂസ് 18 ഈ വിഷയം സംസാരിച്ചപ്പോഴൊക്കെ താങ്കൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചിരുന്നത്. സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്, സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ താങ്കൾ സമയമുണ്ട് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഒരു ആത്മവിശ്വാസം ആ സമയത്ത് തന്നെ ഇതിങ്ങനെയൊക്കെ തന്നെ വരും, അങ്ങനെ ഒരു ആത്മവിശ്വാസം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അവർക്ക് ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനിടയിൽ വേണമല്ലോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ, പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലമാകുമ്പോൾ. കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതിയാണ് ഞാൻ എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇത് അർജന്റീന വരും എന്നുള്ള കാര്യം. പക്ഷെ അവർ അടുത്ത വർഷത്തേക്ക് സമയം മാറ്റി ചോദിച്ച സമയത്ത് നമ്മളത് കഴിയില്ല, ഈ വർഷം തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ശാഠ്യം പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, അർജന്റീന ടീം പോലെ ഒരു ടീം നമ്മളോട് പറഞ്ഞ് പണം മേടിച്ച് പറ്റിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞത് വരും എന്നുള്ള കാര്യം. അത് മിനിസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ചില മാധ്യമങ്ങൾ വരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അതിന് എന്ത് പറയാനാണ് എന്നുള്ളതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി തർക്കിക്കാൻ നിന്നില്ല എന്നുള്ളൂ. നമ്മൾ അന്നും ഇന്നും പറയുന്നത് മെസ്സി വരും, കളിക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. ഈ സമയം വരെ, ഇത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം വരെ വലിയ നമ്മുടെ നാടിന്റെ ഒരു വലിയ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കൊണ്ടുവന്നോ, റിപ്പോർട്ടർ TV കൊണ്ടുവന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്നോ അതിന്റെ ഭാഗമായി എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ നാടിന്റെ ഒരു സ്പോർട്സ് കൾച്ചറിന് ചിലപ്പോൾ ഇതൊരു മാറ്റം വരുത്താൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറയുമായിരുന്നു, ലോകകപ്പിലൊക്കെ ഒരു രാജ്യങ്ങൾ 60,000 കോടി, 1,60,000 കോടി, ഇപ്പം സൗദിയൊക്കെ മുടക്കുന്ന പറഞ്ഞാൽ 1,00,000-ലധികം കോടി, 1,00,000-ലധികം കോടി രൂപയാണ് ഒരു 14-15 ദിവസം വരുന്ന ലോകകപ്പിന് വേണ്ടി മുടക്കുന്നത്. ആ രാജ്യത്തിന്റെ ഒരു വികസനത്തെ അത് കാണിക്കുക. അപ്പൊ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ലോകകപ്പ് പോലെ ഒരു കളി, ഈ ടീമുകൾ തന്നെയാണ് ലോകകപ്പിൽ പോയി കളിക്കുന്നത്. അപ്പൊ അതുപോലെ അത്രയും ആവേശത്തോടുകൂടി കളി നടക്കുന്ന സമയത്ത് കേരളത്തിലുണ്ടാകുന്ന ഒരു ഉത്തേജകം, സ്പോർട്സിലുണ്ടാകുന്ന ഒരു ഉത്തേജകം എത്ര വലുതാണെന്ന് കാണുക, ടൂറിസത്തിനുള്ള ഒരു വികസനം എത്ര വലുതാണെന്ന് കാണുക. അതുപോലെയുള്ള ഒരു ആവേശം കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ടർ TVനെ വെച്ചിട്ട് ഇതിനെ കാണരുതെന്നുള്ളതാണ്. റിപ്പോർട്ടർ TVനെ അല്ല കാണേണ്ടത്, കേരളത്തിലെ സ്പോർട്സിനോട് സ്നേഹിക്കുന്ന ജനങ്ങളെയാണ് കാണേണ്ടത്. നമുക്ക് ഇതുവരെ സംഭവിച്ചത് ചില ആശങ്കയായിരിക്കാം, കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ചെറിയ കമ്പനി വിചാരിച്ചാൽ ഇവരെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതിൻ്റെയൊക്കെ ആശങ്കയാവാം. അതായിരിക്കാം വാർത്തയായി മുന്നോട്ട് പോകുന്നത്. നമ്മളാണെങ്കിലും ചിലപ്പോൾ അത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട്, സ്പോർട്സ് പ്രേമികളുടെ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട്, മെസ്സി ആരാധകരുടെ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട്. ഇനി അതിനെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നമ്മൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങളോട് കൂടിയാണ് അന്ന് നമ്മൾ നേരിട്ട് സംവദിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നു. പ്രത്യേകിച്ചും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് ആ പ്രഖ്യാപനം നടത്തിയതിൽ വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഞാൻ ഈ സാധാരണ ആരാധകർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോളട്ടെ. ഒന്ന്, ഈ എങ്ങനെയാണ്, എത്ര ദിവസം ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്തായാലും 5 ദിവസത്തിലധികം ഉണ്ടാവും. നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്കോളയിൽ കളി ഫിക്സ് ചെയ്തിരിക്കുന്നത് 12-ാം തീയതിയാണ്. 12-ാം തീയതി കഴിഞ്ഞിട്ട് അവിടുന്ന് 13-ാം തീയതി ഉച്ചയോടുകൂടി കേരളത്തിലെത്തും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം 12-ാം തീയതി വൈകുന്നേരം അവിടുന്ന് നമുക്ക് അർജന്റീനയിൽ നിന്നല്ല അവർ വരുന്നത് ടീം. കുറച്ച് ആൾക്കാർ അർജന്റീനയിൽ നിന്നും കുറച്ച് ആൾക്കാർ പിന്നെ ഇവിടുന്നുമാണ്, അങ്കോളയിൽ നിന്നാണ് വരുന്നത്. അർജന്റീനയിൽ നിന്ന് വരുന്ന ടീം എനിക്ക് തോന്നുന്നത് 10-ാം തീയതി തന്നെ കേരളത്തിലെത്തും. 11-ാം തീയതിയോടുകൂടി കേരളത്തിലെത്തും. 10-ാം തീയതി അവിടുന്ന് പുറപ്പെടും. അങ്കോളയിൽ നിന്നുള്ളത് ആ കളി കഴിയുന്ന അന്ന് രാത്രി തന്നെ അവർ അവിടുന്ന് പുറപ്പെടും. അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു 13-ാം തീയതി രാവിലെ തുടങ്ങി 18-ാം തീയതി വരെ ആ ടീം മുഴുവൻ ഉണ്ടാവും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം എന്തായാലും 10-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ വലിയ കളിക്കാരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മെസ്സിയുടെ കാര്യം നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ? ഉറപ്പിക്കാം.
ഉറപ്പിക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അതായത് നമ്മുടെ ആ ഉത്സവം ഫുട്ബോളിന്റെ ഒരു കാർണിവൽ ആരംഭിക്കുകയാണ് 11-ാം തീയതി മുതൽ ഏകദേശം. എന്നത്തേക്കാണ് ആ ഒരു മെഗാ ഡേ ഫിക്സ് ചെയ്യുന്നത്? എന്നത്തേക്കായിരിക്കും മത്സരം കാര്യവട്ടത്ത് ആലോചിക്കുന്നത് നിങ്ങൾ? അതിപ്പോ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. 15, 16 സാറ്റർഡേ സൺഡേ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്തേക്ക് നമുക്ക് ചിലപ്പം 15, 16 പറ്റുമായിരിക്കും. ഞാൻ സജഷൻ വെച്ചിട്ടില്ല. ഇനി സർക്കാരിന്റെ ഭാഗത്തോട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഈ കരാറിൽ എന്താണ് ഒരു ഫാൻ മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ രാമനാട്ടുകരയിൽ മുതൽ ഒരു ഓപ്പൺ ബസ് യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അർജന്റീന ടീം അംഗീകരിച്ചത് ആണോ? നമുക്ക് സ്പോൺസർഷിപ്പ് വെച്ച സമയത്ത് നമുക്ക് എത്ര സമയത്തേക്കുള്ള ഫാൻ മീറ്റിംഗ് ഉണ്ടാവണം, എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തൊക്കെ നമുക്ക് അപ്രൂവൽ ഓൾറെഡി കൊടുത്തതാണ്. അതൊക്കെ അവർ ഓൾറെഡി അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും കാണുന്ന രീതിയിലുള്ള ഒരു ഫാൻ മീറ്റിംഗ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി വിപുലമായി വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത്രയും ഇത് എന്റെ ഒരു സജഷനും എന്റെ ഒരു പ്ലാനിങ്ങും ആണ്. അതിനകത്ത് ഇനി ഗവൺമെന്റിന്റെ സെഷൻ എല്ലാം കൂടി എടുത്ത് വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റണം, അതിനേക്കാൾ നന്നായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്ര ആൾക്കാരെ പങ്കെടുക്കാൻ പറ്റുന്നോ അത്രയും. നമ്മുടെ ഈ കളിയുടെ ഭാഗമായിട്ട് ഫാൻ മീറ്റിംഗ് കൂടെ ഓൾറെഡി അർജന്റീന ടീം നമുക്ക് അനുമതി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ രാമനാട്ടുകരയിൽ നിന്നുള്ള ആ യാത്രയൊക്കെ നമ്മുടെ പ്ലാൻ പോലെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങളും കൂടെ നോക്കി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്തായാലും അതിനേക്കാൾ നന്നായിട്ടെങ്കിലും ഫാൻ മീറ്റിംഗ് നടക്കും. അതിനേക്കാൾ നന്നായി ഫാൻ മീറ്റിംഗ് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ചും അവർ 11-ാം തീയതി എത്തുകയാണെങ്കിൽ ഈ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയും അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ, കരാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമോ ആരാധകർക്ക് വേണ്ടിയിട്ട്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ പ്ലാൻ എടുക്കേണ്ടത് നമ്മളാണ്. 10-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഏത് ദിവസം നമ്മൾ ഫാൻ മീറ്റിംഗ് നടത്തണം, ഏത് ദിവസം കളി നടത്തണം എന്നുള്ള കാര്യം നമ്മൾക്ക് തീരുമാനിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്രയും ദിവസം തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടീമിന്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 8 ദിവസമൊക്കെ തരുന്നത്. ആ ടീമും തരും. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ അലോട്ട് ചെയ്യുന്നത്. ആ വിൻഡോയിൽ എല്ലാ ടീമുകളും എല്ലാ കളിക്കാരും ഫ്രീ ആയിരിക്കണം. ഇപ്പൊ ക്ലബ്ബിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം ഈ നാഷണൽ ടീമിന്റെ ഭാഗമാകണം. അതാണ് ഫിഫ വിൻഡോ ഫിക്സ് ചെയ്യുന്നത്. അതുവരെ ഈ കളിക്കാർക്കെല്ലാം വേണമെങ്കിൽ ഇൻഡിവിജ്വലി ടീമിന്റെ പിന്നെ ഈ ക്ലബിന്റെ ഭാഗമാകാം. പക്ഷെ വിൻഡോ ഫിഫ വിൻഡോ ഉള്ളത് ഒക്ടോബർ നവംബറിൽ 2 വിൻഡോ ഉള്ളത്. ആ 2 വിൻഡോ ഉള്ള സമയത്ത് എല്ലാ കളിക്കാരും പിന്നെ നാഷണൽ ടീമിന്റെ ഭാഗമാണോ, അവർ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് ട്രാവൽ ചെയ്യണം, അങ്ങനെയാണ് പറയുക. അപ്പൊ നമ്മളെ വന്നിട്ട് 10 to 18 ഫിക്സ് ചെയ്ത് തന്നാൽ ഈ ഡേറ്റിന്റെ അകത്ത് നമുക്ക് സെക്കൻഡ് ടീമിന്റെ ഡേറ്റും കൂടെ നോക്കി ഫിക്സ് ചെയ്യാം. പക്ഷേ സെക്കൻഡ് ടീം ചിലപ്പോൾ 14-ാം തീയതി വരെ കളി വെച്ചിട്ടുണ്ടെങ്കിൽ 15-ാം തീയതി അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോക്കി ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഒരാഴ്ചത്തെ ഗ്യാപ്പ് എപ്പോഴും ഇടുന്നത്. ചില ദിവസം ചില വിൻഡോകൾ 14 ദിവസമൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഏകദേശം 8 ദിവസത്തെ വിൻഡോ ഉണ്ട്. അപ്പം അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പം നമുക്ക് സെക്കൻഡ് ടീമിന്റെ ആവശ്യമില്ല. ഇനി സെക്കൻഡ് ടീമിന്റെ കൂടി ഫാൻ ഷോ നടത്തണോ, അതുമായിട്ട് ഡിസ്കഷൻ നടത്തണോ, നല്ല ടീമാണ് വരുന്നതെങ്കിൽ ആ ടീമുമായിട്ടുള്ള ഫാൻ ഷോ ഒക്കെ നമുക്ക് വേറെ പ്ലാൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനൊരു മാമാങ്കമാക്കി മാറ്റണം കേരളത്തിൽ. ഇതുപോലെ ഒരു വലിയ സാധ്യത നമുക്ക് എല്ലാ ടൈമിനും കിട്ടിക്കോണമെന്നില്ല. ഇത്രയും മുതൽ മുടക്കി ഇത്രയും വലിയൊരു സംവിധാനം നടത്തി ഒരു ടീമിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാ പ്രാവശ്യം സ്പോൺസർമാർക്ക് കഴിഞ്ഞോണമെന്നില്ല. ഭാവിയിൽ എന്നെ കൊണ്ട് കഴിഞ്ഞോണം നിർബന്ധമില്ല. പക്ഷെ ഞാൻ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യും. എന്റെ മനസ്സിൽ സ്പോർട്സ് ഉണ്ട്. നമുക്ക് അതിന്റെ ആവശ്യം ഉൾക്കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു വലിയ ഒരു 60 ദിവസം നീണ്ടുക്കുന്ന നമുക്ക് എല്ലാ പ്രാവശ്യവും പറയുക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം 8 മാസം മുന്നേ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 8 മാസത്തെ ഒരു ഇവന്റ് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 8 മാസം നമുക്ക് എല്ലാ വീക്കും എല്ലാ ദിവസവും ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞു വരില്ല. പക്ഷേ ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 60 ദിവസം കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ഈസിയായ കാര്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി വലിയ വിജയത്തേക്ക് എത്തിക്കാൻ കഴിയും. സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ഈ ജനങ്ങളും ആരാധകരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ശ്രീ ആൻഡ് അഗസ്റ്റിൻ, ഒരു കാര്യം, ഇപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് ടീമിന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഏതൊക്കെ ടീമായിട്ടാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ എന്തായാലും അർജന്റീന ടീമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. അപ്പോൾ ഏതൊക്കെ ടീമുകളുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വെളിപ്പെടുത്തിക്കൂടെ? ഈ ഓസ്ട്രേലിയൻ ടീമിന്റെ സന്നദ്ധത കായിക മന്ത്രി പറയുന്നു മൊറോക്കോയുമായിട്ട് ചർച്ച നടത്തണം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരു ഒഫീഷ്യൽ വേർഡ് താങ്കളുടെ ഭാഗത്ത് തന്നെ വരാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ്. അല്ല, ഓസ്ട്രേലിയ ആയിട്ടുള്ള ഡിസ്കഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അവർ വരാന്ന് ഓൾറെഡി അറിയിച്ചതാണ്. നമ്മൾ അതുകൂടാതെ തന്നെ നമ്മൾ ടീമിനെ നോക്കുന്നുണ്ട്. ഞാൻ കടന്നു പറയുകയല്ല, ഞങ്ങൾ 2 ടീമുകളെ നോക്കിയിട്ട് കുറച്ചും കൂടെ കളികളുടെ എണ്ണം കൂട്ടാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട്. ഒരു മിനി ലോകകപ്പ് നടത്തുന്ന പോലെ നടത്താൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. 2 കളികളെ കൂടി 2-3 കളികൾ നടത്താം. ഒരു ടീം അർജന്റീനയായിട്ടുള്ളൊരു കളി, വേറെ ഇപ്പോൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള ഒരു കളി, അങ്ങനെ 2-3 ടീമിനെ കൂടി വലിയ രീതിയിൽ അതിനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഗവൺമെന്റ് കൂടി ആലോചിച്ച്, മിനിസ്റ്ററും കൂടി ആലോചിച്ച്
CM ഒക്കെ ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. പക്ഷെ എന്തായാലും ബിലോ 50 വരുന്ന ഏറ്റവും ഇപ്പൊ ഞാൻ പറയാം ഓസ്ട്രേലിയ 28 ആണ് എനിക്ക് തോന്നുന്നുണ്ട് അവര് നമ്പർ വരുന്നത്. അപ്പം അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ നല്ല ടീമിനൊക്കെ വരും. കാരണം ഇവർ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ വിൻഡോ ഓപ്പൺ ആവുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം അർജന്റീനയോട് ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല കളിക്കാൻ, അർജന്റീനയ്ക്ക് ചിലപ്പോൾ ചിലവരോട് കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നോക്കി വേണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സജഷൻ കൊടുക്കുന്നത്. അതിൽ സജഷൻ കൊടുത്തതിൽ ഏറ്റവും നല്ല ടീമിനെ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല ടീമിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ടീമുകൾ ഏത് ടീം വന്നാലും ഗംഭീരമായിരിക്കും. ഈ ഞങ്ങൾ 5 സജഷൻ കൊടുത്തതിൻ്റെ അകത്ത് ഏത് ടീം വന്നാലും നമുക്കറിയാലോ ഒരു ടീമിന്റെ ഈ കേരളത്തിലെ ഒരു ഫാൻ ബേസ് അറിയാലോ. ആ ഫാൻ ബേസിലുള്ള ടീമുകളെ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ആ ഫാൻ ബേസിലുള്ള ടീമിൽ ഏത് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക. ഓസ്ട്രേലിയ നിലവിൽ 24th ആണ് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഓസ്ട്രേലിയക്കാണ്? അല്ല, അതിനേക്കാളും നമുക്ക് മുമ്പുള്ള ടീമുകളും ഉണ്ട്. ഏഷ്യൻ ടീമുകളാണോ? ഏഷ്യന് പുറത്തുള്ളതും ഉണ്ട്. ഈ ജപ്പാൻ ഉൾപ്പെടെയുള്ള ടീമുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല, സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളത്തെ വിവാദം എന്ന് പറയുന്നത് ഓസ്ട്രേലിയനെ കുറിച്ച് അർജന്റീനന്റെ ആയിരുന്നു. ഇനി ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിന് മേലെ അതിലില്ല നമുക്ക്. ഞാൻ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായാലും ടീം വരും, അർജന്റീന വരുമല്ലോ. അർജന്റീനയ്ക്ക് കളിക്കാൻ ഒരു എതിരാളിനെ തന്നെയായിരിക്കും കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ഡൗട്ടും വേണ്ട. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ശ്രീ ആന്റോ അഗസ്റ്റിനാണ് പ്രതികരിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD ആണ് ആന്റോ അഗസ്റ്റിൻ. ശ്രീജ, ഇപ്പോൾ ശ്രീ ആന്റോ അഗസ്റ്റിൻ